എക്സംപ്റ്റ് റിക്കവറി, അതായത് സ്പാർക്കിൽ നമുക്ക് എക്സംപ്റ്റ് റിക്കവറി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയ ഒരു വീഡിയോ ആണ്. അതായത് ജീവനക്കാർ ഏതെങ്കിലും ഒരു മാസം നമുക്ക് LW ഒക്കെ എടുത്തിട്ട് ആ മാസം സാലറി ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ വരികയാണെന്ന ഒരു കേസിലൊക്കെ നമുക്ക് ലോൺ നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പം നിലവിലില്ല. കാര്യം ഓൺലൈനായിട്ട് സ്പാർക്കിൽ നമ്മൾ GPFൻ്റെ അഡ്വാൻസ് ഒക്കെ ഓൺലൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റുന്നില്ല, ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എങ്ങനെ എക്സംപ്റ്റ് ചെയ്യാം. ഇപ്പോൾ എക്സംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് തൊട്ടടുത്ത മാസത്തേക്ക് ഈ ഒരു എക്സംപ്റ്റ് ചെയ്യുന്ന റിക്കവറി തൊട്ടടുത്ത മാസം തൊട്ട് പിടിച്ചു തുടങ്ങാനായിട്ട്, അത് നമുക്ക് 5 തവണയായിട്ടോ അതിൽ കുറച്ച് ഉള്ള തവണയായിട്ടോ എത്ര തവണയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും തവണ നമുക്ക് എക്സംപ്റ്റ് ആയിട്ട് മാറ്റി കൊടുക്കാൻ ഉള്ളൊരു ഓപ്ഷനാണ് എക്സംപ്റ്റ് റിക്കവറി എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിനായിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. നമുക്കത് DDA ലോഗിൻ വഴിയും ക്ലർക്ക് ലോഗിൻ വഴിയും ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ലോഗിൻ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ഞാനിവിടെ ലോഗിൻ ചെയ്തു. ഇനി നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സാലറി പ്രോസസ് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന് ശമ്പളം നിശ്ചിത ഡേയ്സേ ഉള്ളൂ. LW എടുത്ത് പോകുന്ന എംപ്ലോയീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം ആ മാസത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാലറി പ്രോസസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതായത് ഡിഡക്ഷനേക്കാളും കൂടുതൽ സാലറിയേക്കാളും കൂടുതൽ ഡിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ മൈനസ് ഫിഗർ വരും. അപ്പോൾ നമുക്ക് ലോൺ ഓപ്ഷൻ നമുക്കൊന്ന് എക്സംപ്റ്റ് ചെയ്യാം. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഓപ്ഷൻ സാലറി മാറ്റേഴ്സ്, അതിൻ്റെ സബ്മെനുവായിട്ട് ചേഞ്ചസ് ഇൻ മന്ത്, ചേഞ്ചസ് ഇൻ മന്ത്, അതിന് സബ്മെനുവായിട്ട് നമുക്ക് ലോൺസ്, അതിൻ്റെ സബ്മെനുവായിട്ട് നമുക്കിവിടെ എക്സംപ്റ്റ് റിക്കവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നമ്മൾ എക്സംപ്റ്റ് ചെയ്യുക. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോൺസ്, അതിൻ്റെ സബ്മെനുവായിട്ട് എക്സംപ്റ്റ് റിക്കവറി. നമുക്കിങ്ങനെയായിരിക്കും കാണുക. ഇവിടെ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് സെലക്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾ DDA കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യണം. ബിൽ ടൈപ്പ് ഏത് ബിൽ ടൈപ്പിലുള്ള എംപ്ലോയീസിൻ്റെയാണ് നമ്മൾ എക്സംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. പിന്നെ ലോൺ ഐറ്റം ഏതാണെന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഇവിടെ GPF ലോണാണ് എക്സംപ്റ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് വലത് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. വലത് സൈഡിൽ നമുക്ക് ചോദിക്കുന്നത് ഫ്രം മന്ത് ആൻഡ് ഇയർ, ഏത് മാസത്തെ ഇതാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്ന് തൊട്ട് എന്ന് വരെ, 2 മന്ത് ആൻഡ് ഇയർ. അപ്പം നമ്മൾ എക്സംപ്റ്റ് ചെയ്യേണ്ട മാസം ഏതാണോ ആ മാസം നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, എത്ര തവണയായിട്ടാണ് ഈ എക്സംപ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മൾ ഒഴിവാക്കുകയല്ല, തൊട്ടടുത്ത മാസം തൊട്ട് ഇത് തിരിച്ചു പിടിക്കണം. അപ്പോൾ എത്ര തവണയായിട്ട് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നു അത് കൊടുക്കുക. ഏത് മാസം തൊട്ടാണ് റിക്കവറി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് തൊട്ടടുത്ത ഇപ്പോൾ എക്സംപ്റ്റ് ചെയ്തതിന് തൊട്ടടുത്ത മാസം തൊട്ട് നമുക്ക് റിക്കവറി സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ഫോർ എംപ്ലോയീസ് ഹാവിങ് ബേസിക് അപ്, അപ്പോൾ എത്ര രൂപ വരെയുള്ള ബേസിക് പേ ഉള്ള ആളുടെയാണ് നിങ്ങളിത് എക്സംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ബേസിക് പേ കൊടുത്തിട്ട് നമ്മളിവിടെ സെലക്ട് എംപ്ലോയി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എംപ്ലോയിയുടെ നെയിം ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്ത് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ആ ഒരു എൻട്രി ചെയ്യാം. ഞാനിവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, ബേസിക് പേയും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ സെലക്ട് എംപ്ലോയി സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ താഴെ എംപ്ലോയിയുടെ പേര് വന്നു, എത്ര രൂപയാണ് ലോൺ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്ക് ടിക്ക് ചെയ്തിട്ട് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ താഴെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ടിക്ക് ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് കണ്ടു, ലോൺ ഹാസ് ബീൻ അക്സെപ്റ്റഡ് ടു ഗിവൺ എംപ്ലോയീസ് ടു ഗിവൺ പീരീഡ്. നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് ഇടത് സൈഡിൽ സേവായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ നമുക്കൊരു ഓപ്ഷനൂടെ കാണാൻ പറ്റുന്നുണ്ട്, ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷനൂടെ കാണാൻ പറ്റുന്നുണ്ട്. നിലവിൽ ഈ ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുത്ത എൻട്രി തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ വെച്ച് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ എക്സംപ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം ശമ്പളം പ്രോസസ്സ് ചെയ്യുമ്പോൾ അടുത്ത മാസം നോർമലി വരുന്ന ലോൺ എമൗണ്ടും ഇപ്പം നമ്മൾ എക്സംപ്റ്റ് ചെയ്ത എമൗണ്ട്, ഇപ്പം നമ്മൾ എക്സംപ്റ്റ് ചെയ്തത് ഞാനിപ്പോൾ 5 തവണയായിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് എക്സംപ്ഷൻ കൊടുത്തത്. അപ്പോൾ ഈ ലോൺ എമൗണ്ട് 5 തവണയായിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 5 തവണയായിട്ട് തൊട്ടടുത്ത മാസം തൊട്ട് നിലവിൽ പിടിക്കാനുള്ള എമൗണ്ടും അതിൻ്റെ കൂടെ ഈ ഒരു എമൗണ്ടൂടെ അഡീഷണലായിട്ട് ആഡായി വരുന്നതാണ്. അതാണ് എക്സംപ്റ്റ് റിക്കവറി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്.